നമസ്കാരം, കുട്ടികൾക്കും സുമർ സാറാണ്. നമ്മുടെ പ്ലസ് വണ്ണിന്റെ പബ്ലിക് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വിശ്രമിക്കുന്ന സമയമാണ്. ഇനി പ്ലസ് ടുവിലോട്ട് കയറാൻ പോവുകയാണ്. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് പ്ലസ് ടുവിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകൾ ഓരോ സബ്ജക്റ്റിന്റെയും കൃത്യമായിട്ട് അറിഞ്ഞു വേണം പഠിക്കാൻ. പ്ലസ് ടുവിന്റെ ഇമ്പോർട്ടൻസുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഇപ്പൊ നമ്മൾ പ്ലസ് വൺ പബ്ലിക് എക്സാം ആണ് എഴുതിയത്. പക്ഷെ പ്ലസ് ടു പബ്ലിക് എക്സാമിന് പ്ലസ് വൺ പബ്ലിക് എക്സാമിനേക്കാളും വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് നമുക്ക് ഏത് കാര്യത്തിന് അടുത്തൊരു അഡ്മിഷൻ പോകുമ്പോൾ, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു അഡ്മിഷൻ പോകുമ്പോൾ അവരാദ്യം ചോദിക്കുന്നത് പ്ലസ് ടുവിന്റെ മാർക്ക് മാത്രം താടാ എന്നാണ്. അല്ലാതെ പ്ലസ് വണ്ണിനെ അവർ കൂടുതൽ നോക്കില്ല. പക്ഷെ നമുക്ക് പ്ലസ് വണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോട്ടൽ പെർസെന്റേജിൽ പ്ലസ് വണ്ണിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഒരു അഡ്മിഷൻ എത്തുമ്പോൾ ഇനിയിപ്പോ നമുക്ക് എൻട്രൻസ് എഴുതി എൻട്രൻസിന്റെയും മാർക്കും നമ്മൾ പഠിച്ചതിന്റെയും കൂടെ നോക്കുമ്പോൾ പ്ലസ് ടുവിന്റെ മാർക്ക് മാത്രമേ അവർ ആഡ് ചെയ്യത്തുള്ളൂ, പ്ലസ് വണ്ണിന് എടുക്കില്ല. അപ്പോൾ പ്ലസ് വണ്ണിനേക്കാളും ഇരട്ടി നന്നായിട്ട് വേണം പ്ലസ് ടുവിനെ പഠിക്കാൻ എന്നർത്ഥം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾ പ്ലസ് ടുവിനെ പഠിക്കുമ്പോൾ നമുക്കറിയാം പല സബ്ജക്ട്സുകളുണ്ട്. അതിനുള്ളിൽ എന്റെ സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ അതിനെ അറിഞ്ഞു വേണം പഠിച്ചു തുടങ്ങാൻ. നമുക്ക് ഏകദേശം 13 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലി നമുക്കുള്ളത്. 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ നമുക്ക് 6 ചാപ്റ്റേഴ്സും സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ 7 ചാപ്റ്റേഴ്സും, ഇങ്ങനെ നമുക്ക് രണ്ടായിട്ടാണ്. 2 ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് പ്ലസ് വണ്ണിൽ ഒറ്റ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. പക്ഷെ പ്ലസ് ടുവിൽ കണ്ടന്റ് കൂടുതലാണ്, ഒരു ചാപ്റ്ററിന്റെ നീളം കൂടുതലാണ്. ഇപ്പൊ നമ്മളൊരു ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിച്ചില്ലയോ, അതിനേക്കാളും കൂടുതൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകൾ, മീൻസ് അതിന്റെ ലെങ്തിനേക്കാളും കൂടുതൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകളാണുള്ളത്. അങ്ങനെയാണ് ചാപ്റ്റേഴ്സുകൾ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കിലൂടെ ആകെ 13 ഉള്ളൂ. പക്ഷെ പ്ലസ് വണ്ണിൽ നമുക്ക് എല്ലാം കൂടെ പഠിക്കാൻ 14 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഒറ്റ ടെക്സ്റ്റ് ബുക്കിൽ 14 ആണെങ്കിൽ 2 ടെക്സ്റ്റ് ബുക്കിൽ 13 ഉള്ളൂ. അപ്പോഴേ ഓർത്തോണം നമുക്ക് എന്തുമാത്രം പേജസുകൾ കൂടുതലാണ് പഠിക്കാൻ. അത് കൃത്യമായിട്ട് മാത്സിന്റെ കാര്യത്തിൽ അറിയണം. ഇനി നമുക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ചാപ്റ്റർ കേട്ടോ. ഇവരെ പഠിക്കുമ്പോൾ ഇത്തിരി പ്രശ്നം തന്നെയാണ് കേട്ടോ. നമുക്ക് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യം കയറി ഇവനെ അങ്ങ് പഠിപ്പിക്കും. ഇവരെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഒന്നുമേ മനസ്സിലാവാതെ പ്ലസ് ടു തുടങ്ങി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. ഏത് ടീച്ചർ വന്ന് പഠിപ്പിച്ചാലും പ്രശ്നം തന്നെയാ. കുട്ടികൾക്കൊന്നുമേ, ഒരുവിധപ്പെട്ടവർക്കൊന്നും മനസ്സിലാവത്തില്ല. നമുക്ക് ഇപ്പൊ തന്നെ അറിയാം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമ്മളിപ്പോ പ്ലസ് വണ്ണിൽ പഠിച്ചു. ആകെ പ്രശ്നമൊക്കെ ആയിരുന്നു, ഡൊമൈനും റേഞ്ചും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതിന്റെയൊക്കെ അപ്പുറത്താണ് പ്രശ്നക്കാര് കേട്ടോ. അപ്പൊ ഇവനാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇപ്പൊ എന്ത് ചെയ്യാൻ, ആദ്യത്തെ ചാപ്റ്റർ തന്നെ പ്രശ്നകാരിയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അപ്പൊ നമ്മളായിരിക്കും ഫസ്റ്റ് കണ്ട ട്രിഗണോമെട്രിയേക്കാളും ഒക്കെ പ്രശ്നം, അത്രയൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇത്തിരിയോടൊക്കെ നല്ല ആളാണ്, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പ്ലസ് വണ്ണിലെ ട്രിഗണോമെട്രിയുടെ അത്രയും മാർക്കില്ല, പകുതി മാർക്ക് ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. പ്ലസ് വണ്ണിലാകുമ്പോൾ നമുക്ക് 9 മാർക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് മാക്സിമം 4 മാർക്കേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിന് മാത്രമേ പഠിക്കാനുള്ളൂ എന്നുള്ള കാര്യം കൂടെ അതിന്റെ വസ്തുതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സുകൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞല്ലോ. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കുട്ടികളുടെ കളിത്തോഴൻ എന്നൊക്കെ പറയും കേട്ടോ. എന്ത് ഈ കളിത്തോഴൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആണ് മെട്രിക്സ്. അപ്പൊ ഈ മെട്രിക്സ് നല്ല രസകരമാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല രസകരമായിട്ട് പോകും കേട്ടോ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഇതിനുള്ളിലെ ചാപ്റ്റേഴ്സ്, ഇതിനുള്ള പ്രോബ്ലംസ് പഠിക്കുമ്പോൾ മിക്കതും തെറ്റിപ്പോകും. പക്ഷെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതെന്താ കാരണം, എല്ലാവരും ഇരുന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ തെറ്റ് നോക്കി അടുത്തിരിക്കുന്നവനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കി പോയി ആൻസർ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അടിപൊളിയാണെന്ന്. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഏറ്റവും എളുപ്പം തെറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് മെട്രിക്സ്. അതുകൊണ്ട് ഇവനെ നിങ്ങൾ അത്ര ഈസി ആയിട്ട് കരുതണ്ട. പഠിക്കാൻ ഈസി ആണെങ്കിലും ചെയ്യുമ്പോൾ എളുപ്പം തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഒരുവിധ പേപ്പർ കണ്ടിട്ടുണ്ടാവും. പ്ലസ് വണ്ണിന്റെ ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇപ്പൊ പ്ലസ് ടുവിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് മീൻസ് 2-ാം തീയതി നമ്മൾ കേട്ടോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ബുധനാഴ്ച. അത് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് കൊണ്ട് ഉടൻ കുട്ടികളെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചവർക്കൊക്കെ അറിയാം നമ്മൾ എന്ത് കൃത്യതയോടുള്ള ക്വസ്റ്റൻസുകൾ, പ്രഡിക്ഷൻസുകളാണ് എക്സാമിന് വന്നെന്നുള്ളത്. നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെയും ഡിഫറൻഷ്യൽ ചാപ്റ്ററിനെയൊക്കെ ക്വസ്റ്റ്യൻ കൊടുത്തു, അതേപോലെ വന്നു. റിവിഷൻ ക്ലാസ്സസ് ചെയ്യിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസുകൾ അവർക്ക് വളരെ വളരെ സിമ്പിളായിട്ടും സന്തോഷകരമായിട്ട് ഈ ചാപ്റ്ററിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റി. സാധാരണ ഈ 2 ചാപ്റ്റേഴ്സിനൊന്നും അത്ര ഈസി ആയിട്ടല്ലായിരുന്നു എക്സാമിന് എത്തുമ്പോൾ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസുകളും അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സുകളും വെച്ചുള്ള അവർക്ക് എല്ലാ ക്വസ്റ്റ്യൻസുകളും പഠിക്കുകയും
എക്സാമിന് വേണ്ടി നമ്മൾ പ്രത്യേകം കൊടുക്കുന്ന ക്വസ്റ്റ്യൻസുകളുണ്ട്, അവനെ വെച്ച് പഠിച്ച് അവർക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ +1 പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. അതും ഏറ്റവും നമ്മുടെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ആ രീതിയിൽ കൂടെ നമ്മൾ അതിനകത്ത് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻട്രൻസോടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുകൂടെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി ഫീസിനൊക്കെ ഇത്തിരി കൺസെഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മെട്രിക്സ്. മെട്രിക്സ് ആണ് നമ്മുടെ മൂന്നാമത് പഠിക്കുന്നത്. നാലാമത് പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരാണ് ഡിറ്റർമിനൻസ് കേട്ടോ. ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇവരും അത്യാവശ്യം തെറ്റുന്നതാണ്. പക്ഷെ എക്സാമിന് 6 മാർക്സ് ആണ് ഇവിടെ നിന്നുള്ളത്, 6 മാർക്ക്. ഇവിടുന്ന് ഒരു 7 മാർക്കോളം ചിലപ്പോൾ കാണും. അതൊക്കെ ഇങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം 4 ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടി. ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു റിലേഷൻ, സെക്കൻഡ് എന്താണ് ഇൻവേഴ്സ്, തേർഡ് മെട്രിക്സ്, നാലാമത്തത് ഡിറ്റർമിനൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കാൽക്കുലസിലോട്ട് കയറുകയാണ്, നമ്മുടെ ഡിഫറൻസിയേഷൻ കയറുകയാണ് കേട്ടോ. അവിടെ നമ്മളിവിടെ പഠിക്കുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നാണ് കേട്ടോ. ഡെറിവേറ്റീവ്സ് അത്രേ ഉള്ളൂ. ഡിഫറൻഷ്യബിലിറ്റി ഇതാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. ഇതിനുള്ളിൽ നിന്ന് ഇത്തിരി മാർക്ക് ഇപ്പോൾ കൂടുതലാണ്. ഏകദേശം 9 മാർക്കോളം വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 9 മാർക്കോളം ഇങ്ങനെ ഇപ്പൊ വരുന്നുണ്ട്. അടുത്തത് ഇച്ചിരി കുഴപ്പമുള്ള ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഇവരാണ് നമ്മുടെ 6 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കേണ്ട 6 ചാപ്റ്റേഴ്സുകളാണ്. ഇവനെയാണ് നമുക്ക് യുദ്ധം ചെയ്ത് തോപ്പിച്ച് എക്സാമിന് എത്തേണ്ടത് കേട്ടോ. ഇവരെയൊക്കെ നമ്മൾ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കേണ്ടതിനെ കൃത്യമായിട്ട് ഏത് ഓർഡറിലാണെന്ന് പറഞ്ഞു തരും. ഓരോ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു തരും. അതേതാണെന്ന് പറഞ്ഞു തരും. പഠിച്ചാൽ പോരായോ, എന്ത് എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓർഡർ ആക്കി തരുന്നതുകൊണ്ട് നിങ്ങളായിട്ട് കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻ ഏത് ആദ്യം പഠിക്കണം, രണ്ടാമത് എല്ലാം നമ്മൾ തരും കേട്ടോ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഫുൾ മാർക്കിലെത്താൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 7ാമത്തെ ചാപ്റ്ററിലോട്ട് കയറാം. 7ാമത്തെ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാപ്റ്ററാണ് ഇന്റഗ്രേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇവരെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കഴിവ് തന്നെയാണ്, സ്കിൽ തന്നെയാണ്. ഇവിടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഈസി ആയിരുന്നു ഒരുവിധം. പക്ഷെ എക്സാമിനൊന്നും എല്ലാവർക്കും ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല. അതാണ് ഒരു പ്രത്യേകത. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ വന്നു. പക്ഷേ എന്റെ നോട്ടത്തിൽ ഒരു 70% സ്റ്റുഡൻസിനും കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയൊന്നും അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നില്ല. ആ രീതിക്കുള്ള പ്രോബ്ലം ഉള്ള ചാപ്റ്ററാണ്. ഇതിന് ചാപ്റ്റേഴ്സിന്റെ മാർക്ക് നോക്കുവാണെങ്കിൽ 9 മാർക്കാണ് മോനെ. 9 മാർക്കുണ്ട്. അപ്പോൾ അത്ര മോശമാണോ? അല്ല. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇന്റഗ്രേഷന്റെ കണ്ടിന്യൂഷൻ മറ്റൊരു ചാപ്റ്ററാണ്. ഇവനത് കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ദിവസം തന്നെ, നമ്മൾ കൊടുത്ത ദിവസം തന്നെ എക്സാമിന് വന്നിരുന്നു. അതുകൊണ്ട് അടിപൊളിയായിട്ട് അവരെല്ലാം നന്നായിട്ട് ചെയ്തു. ഓക്കെ, നമ്മളിൽ 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ചാപ്റ്ററിൽ നിന്ന് കൊടുത്തുള്ളൂ. അവരിൽ നിന്നും ഒരെണ്ണമാണ് വന്നത്. അപ്പൊ ഇത് കിട്ടുന്ന ഒരു 4 മാർക്കാണ്. നെക്സ്റ്റ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് കേട്ടോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇവരെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവനുള്ളില് നമുക്ക് ഇത് ഹയർ സ്റ്റഡീസിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, എൻട്രൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ചാപ്റ്റർ. പക്ഷെ നമുക്ക് +2 എത്തുന്നത് +2 ആയതുകൊണ്ടായിരിക്കും ഇത്തിരി വില കുറഞ്ഞാണ് വിൽക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത്തിരി മാർക്ക് കുറവാണ്, പക്ഷെ പഠിക്കാൻ ഇത്തിരി ഏറെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ കാൽക്കുലസ്. അപ്പൊ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 പേരാണ് കാൽക്കുലസ്. ഇത്രയും, ഈ 2 പേരും ഈ 3 പേരും. അപ്പൊ കാൽക്കുലസ് ഏതാന്ന് കിട്ടി. മാർക്കുകൾ ഇതിനകത്തുനിന്ന് ഏകദേശം 30 മാർക്കിന് മേളിലാണ് മോനെ. അവൻ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു പാവപ്പെട്ട ഒരു പയ്യനെയാണ് പഠിക്കാനുള്ളത്, വെക്ടേഴ്സ്. പക്ഷെ ഈ വർഷം ഇവൻ നമ്മളെ കുട്ടികളെല്ലാം കളിപ്പിച്ചു. ഇവൻ ചെറിയ പയ്യനാണെങ്കിലും കളിപ്പിച്ചായിരുന്നു, പണി തന്നു. കുട്ടികൾക്കെല്ലാം ഇതിന്റെ ചാപ്റ്ററിൽ നിന്നും നല്ല കൃത്യമായിട്ടൊന്നും കിട്ടിയില്ല വെക്ടേഴ്സ്. പക്ഷെ സാധാരണ ഇതിനകത്തു നിന്ന് നല്ല കുറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. ഈ വർഷം കളിപ്പിച്ചായിരുന്നു. പക്ഷെ നമ്മൾ പല ക്വസ്റ്റ്യൻസുകളും കൊടുത്തിരുന്നു. കുട്ടികളൊക്കെ മാക്സിമം നമുക്ക് നമ്മുടെ എഴുതി. വെക്ടേഴ്സ് രണ്ടാമത് 3D ജോമെട്രി ആണ് കേട്ടോ. നമ്മുടെ +1 പഠിച്ച 3 ഡയമെൻഷൻ ജോമെട്രി ആണെന്നല്ല, അത് പുതിയതാണ്, ഇത് വേറെ കേട്ടോ. അവിടെ പഠിച്ചതല്ല, അവിടെയൊക്കെ കൂടുതൽ പഠിക്കാനുണ്ട്. പക്ഷെ മാർക്ക് കുറവാണ്, 4 മാർക്കേ ഉള്ളൂ കേട്ടോ. ഇവിടെ പക്ഷെ 7 മാർക്കോളം ഉണ്ട്. ഓക്കെ, ഇവനാണ് നമ്മുടെ വെക്ടേഴ്സ് ആൻഡ് 3D ജോമെട്രി. ഇത്ര നമുക്ക് ആയപ്പോ എത്ര ചാപ്റ്റർ നോക്കിക്കേ. ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടി ഉണ്ട്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് LPP എന്ന് വിളിക്കും, ലീനിയർ പ്രോഗ്രാമിംഗ് എന്നാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ ലീനിയർ ഇൻഇക്വാലിറ്റി പഠിച്ചില്ലയോ, അതിന്റെ തന്നെ ഗ്രാഫ് ഒക്കെ വരച്ച് ചെയ്യാനുള്ള 6 മാർക്സ് ക്വസ്റ്റൻ ആണ് ഈ ചാപ്റ്റർ. 1 ക്വസ്റ്റനേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ കൊടുത്ത ക്വസ്റ്റൻ തന്നെ കറക്റ്റ് ആയിട്ട് വന്ന് 6 മാർക്കും എല്ലാവർക്കും കിട്ടി. ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി.
പ്രോബബിലിറ്റിക്കുള്ളിൽ നിന്നും ഇപ്പൊ 4 അല്ലെങ്കിൽ 4 മാർക്ക് ഇപ്പൊക്കെ വരുന്നുള്ളൂ. ചിലപ്പോ 7 മാർക്കും വരുന്നുണ്ട് കേട്ടോ. 7ഉം 4ഉമായിട്ടൊക്കെ കിടക്കും. പ്രോബബിലിറ്റിക്കുള്ളിൽ നമുക്ക് ഇച്ചിരി പഠിക്കാൻ ഏറെയുണ്ട്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റൻസുകൾ തരുന്നതുകൊണ്ട് അവർക്കൊന്നും പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് വരില്ല. കാരണം ഏതാണ് ആദ്യം പഠിക്കേണ്ടത് ആ ക്വസ്റ്റൻ വരുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടുത്തെ ഒരു 6 ചാപ്റ്റേഴ്സും ഇവിടെ 7, 8, 9, 10, 11, 12, 13. ഓക്കെ, ടോട്ടലി നമുക്ക് പഠിക്കാനുള്ളത് ഈ 6+7 എത്രയാണ്? 13 ചാപ്റ്റേഴ്സ് കേട്ടോ. ഈ 2 ചാപ്റ്റേഴ്സുകൾ ചേർന്ന് 13 ചാപ്റ്റേഴ്സ്. ഇവരെയാണ് നമുക്ക് പഠിച്ചെടുക്കേണ്ടത്. ഇത് പഠിച്ചെടുക്കുക നമ്മൾ ചുമ്മാ പഠിച്ച് ഇപ്പൊ ചെറുതായിട്ട് എക്സാമിന് വേണ്ടി ജയിക്കുക, ഇച്ചിരിയുടെ മാർക്ക് അതൊന്നും അല്ല പഠിത്തം. അതുകൊണ്ടൊന്നും പഠിച്ച് തീരുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പഠിക്കുന്നത് ഏറ്റവും ഹൈ ലെവലിൽ നിന്ന് വേണം മാക്സിമം നിങ്ങൾ പഠിക്കാൻ. അല്ല, ഈ അവസരം നമുക്ക് പഠിക്കാനുള്ളതും ഒരു ജോലി കിട്ടാനുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇതിനെ നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തില്ല. നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാക്സിമം കാര്യങ്ങൾ വെച്ച് പഠിക്കണം. നല്ല പ്രോബ്ലംസുകളെ പഠിക്കണം. ഹൈ ലെവലിലുള്ള ക്വസ്റ്റൻസുകൾ ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കണം. എന്നെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. അല്ല ജസ്റ്റ് പാസ്സാവാനൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ ഇറങ്ങിയ ശേഷം മനസ്സിലാവും. നിങ്ങൾക്കൊന്നുമേ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോഴായിരിക്കും അയ്യോ ഞാൻ ഇത്രയൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലായിരുന്നു, ഇച്ചിരിയൊക്കെ നന്നായിട്ട് പഠിക്കണമായിരുന്നു. അപ്പൊ അവിടെ വന്നിട്ട് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ഫീൽഡിലുണ്ട്, നിങ്ങൾ പഠിക്കേണ്ട +2 ഇവിടെ വെച്ച് ഈ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്ലേ ചെയ്യുക. നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ കൂടെ ഏറ്റവും ലെവലിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് +2. നിങ്ങൾക്ക് എത്രത്തോളം ഉയർന്ന് പഠിക്കാമോ അത്രത്തോളം അതിനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇതിനെ മിസ് ചെയ്യരുത്. അത് ഏറ്റവും നല്ലത് എന്റെ നോട്ടത്തിൽ ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് കിട്ടും. കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു എൻട്രൻസിനൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഏത് കോഴ്സിന് പോയാലും നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലാസ്സുകളായിട്ടൊക്കെ ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾ എല്ലാവരും കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട രീതിക്കുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ്സിൽ കൂടെ ആയിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ. ഓക്കെ, ആർക്കും പഠിക്കാം, ഏറ്റവും എളുപ്പത്തിൽ തീർക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നമ്മുടെ ക്ലാസ്സുകളെല്ലാം കാണുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.